ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, 2025 ആണ്ടിലെ ആദ്യ വെള്ളിയാഴ്ച നമ്മെയും നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ഈശോയുടെ തിരുഹൃദയ നടയിൽ പ്രത്യേകം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദിവസം. ഇന്നേ ദിനം പരിശുദ്ധമായ യേശു എന്ന നാമത്തിൻ്റെ തിരുനാളായിട്ട് കൂടെ ആഘോഷിക്കുകയാണ്. യേശു എന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ ആ പേരിൻ്റെ ശക്തി തിരുവചനത്തിൽ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസും ഇതര ശിഷ്യന്മാരും ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ വഴിയരികിലിരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ, സൗഖ്യത്തിനു വേണ്ടി എന്നുള്ള രീതിയിൽ ഇങ്ങനെ അവിടെ തളർന്നിരിക്കുന്നവൻ, അവനോട് ഇപ്രകാരമാണ് പത്രോസ് പറയുന്നത്: ഞങ്ങളുടെ കയ്യിൽ സ്വർണമോ വെള്ളിയോ പണമോ ഇല്ല, ഉള്ളതൊന്നു മാത്രം യേശു. ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. അവൻ മാൻപേടയെ പോലെ കുതിച്ച് ചാടി എന്ന വചനം പറയുന്നത് യേശുനാമത്തിൻ്റെ ശക്തി വെളിവാക്കപ്പെട്ട ഒരു വലിയ സംഭവമാണ്. ആ യേശുനാമത്തിന് അത്രയേറെ കരുത്തുണ്ട്. ഇന്ന് ആ യേശു എന്ന നാമത്തിൻ്റെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്നാപക യോഹന്നാൻ കടന്നു വരുന്ന ക്രിസ്തുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇപ്രകാരം പറഞ്ഞുകൊണ്ട്: ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇപ്പൊ ക്രിസ്തു ആരാണ് എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ അർത്ഥമാണ് യോഹന്നാൻ നൽകുന്നത്. ദാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഈ ഒരു ചോദ്യം നമ്മളുടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് എന്നുള്ളത് നമുക്കറിയാം. പഴയ നിയമത്തിൽ അബ്രാഹാം ഇസ്ഹാക്കിനെയും കൊണ്ട് മോറിയ മലയിലേക്ക് ബലിയർപ്പണത്തിനായി പോകുമ്പോൾ ഈ കുഞ്ഞ് ഇസ്ഹാക്ക് അപ്പനോട് ചോദിക്കുന്നുണ്ട്: അപ്പാ, ബലിക്കുള്ളതെല്ലാം ഉണ്ട്, വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, എല്ലാം ഉണ്ട്, എന്നാൽ ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ഈ ഒരു ചോദ്യത്തിന്, ഇസ്ഹാക്കിന്റെ ഈ ചോദ്യത്തിന് ദൈവം നൽകുന്ന ഉത്തരം 2000 വർഷങ്ങൾക്കിപ്പുറം സ്നാപക യോഹന്നാനിലൂടെയാ. ബലിക്കുള്ള കുഞ്ഞാട് ദാ ഈ കടന്നു വരുന്നവനാ. ദൈവം തരും എന്നാണ് അബ്രാഹാം പറഞ്ഞ്. ദൈവം പറഞ്ഞ ആ വാക്ക്, അബ്രാഹത്തിലൂടെ പറഞ്ഞ കാര്യം ദാ ക്രിസ്തുവിലൂടെ പൂർത്തീകരിക്കപ്പെടുക. നമുക്ക് വേണ്ടി ബലിക്കുഞ്ഞാടായി മാറിയ ക്രിസ്തു. ആകയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ബലിക്കുഞ്ഞാടായ ക്രിസ്തു കടന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ദിനത്തിൻ്റെ സദ്വാർത്ത. അവൻ അനുഗ്രഹത്തിൻ്റെ അൾത്താരയിൽ നമുക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ഈ തിരിച്ചറിവോടുകൂടെ നമുക്ക് ഈ കൃപയുടെ ബലി അർപ്പിക്കാം. മലാഖയുടെ പ്രത്യേക മാധ്യസ്ഥയും പ്രാർത്ഥിക്കാം. വർഷാദ്യ വെള്ളിയാഴ്ചയായി ഇന്ന് മലാഖയുടെ കൃപ നിറഞ്ഞ മാധ്യസ്ഥവും സഹായവും സംരക്ഷണവും നമ്മുടെ ജീവിതത്തിലും നാം ഏർപ്പെട്ടിരിക്കുന്ന സമസ്ത മേഖലകളിലും ഉണ്ടാകുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ബലി നമുക്കൊരുമിച്ച് അർപ്പിക്കാം.